വെൽക്കം ബാക്ക് ടു എൻ ഫാഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഒരു ചാനൽ തുടങ്ങിയപ്പോഴും അതെ, വീഡിയോ ഇടുമ്പോഴും അതെ, ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കുറേ അമ്മമാരെയാണ് ഞാൻ മനസ്സിൽ കണ്ടത്. കാരണം കുട്ടികളൊക്കെ ആയി കുടുംബം പ്രാരാബ്ദങ്ങളൊക്കെ ആയിട്ട് ജോലിക്കൊന്നും പോകാൻ കഴിയാതെ എത്രയോ അമ്മമാർ വീട്ടിൽ ഭയങ്കര ഡിപ്രഷൻ ബാധിച്ചിരിപ്പുണ്ട്. കാരണം പുറത്ത് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഇനി പഠിച്ചവരാണെങ്കിൽ ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെയായി പോയല്ലോ, അങ്ങനെ പല ചിന്തകളുമായിട്ട് വീട്ടിൽ ഇരിക്കുന്ന കുറേ ആൾക്കാരെയാണ് എന്നെപ്പോലുള്ള കുറേ ആൾക്കാരെ ഞാൻ മനസ്സിൽ കണ്ടത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതും ചെയ്യണതും. അപ്പോഴാണ് എനിക്ക് കുറേ പേഴ്സണൽ മെസ്സേജസ് വന്നത്. ഞാൻ സ്റ്റുഡൻ്റാണ്, ചേച്ചിയുടെ ചാനൽ ഇപ്പോഴാണ് കാണുന്നത്, എനിക്ക് ഭയങ്കര മോട്ടിവേഷനായി എന്നൊക്കെ പറഞ്ഞു. ഒന്ന് രണ്ട് കുറേ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, ഒരു മൂന്നോ നാലോ കുട്ടികൾ എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നിങ്ങളെപ്പോലുള്ള കോളേജ് സ്റ്റുഡൻസൊക്കെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്ന് പറയുന്നത് അത്രത്തോളം സന്തോഷമല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ ട്രെൻഡിന് പുറകെയാണല്ലോ എപ്പോഴും. അപ്പോൾ ഇതേപോലത്തെ ലോക്കൽ ചാനലൊക്കെ കാണുമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ 2-3 കുട്ടികളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊരു കോണ്ടൻറ്റ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ എന്തിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാവട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് തരാം, ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോവാം കേട്ടോ. പലപ്പോഴും കോളേജ് കുട്ടികൾക്കാണ് പല ബുദ്ധിമുട്ടുകളും, കാരണം ക്യാഷിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുള്ളത്. കാരണം നമ്മൾ ജോലിക്കൊന്നും പോകണില്ല, വീട്ടിൽ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പോൾ ചില കുട്ടികൾക്കാണെങ്കിൽ അങ്ങനത്തെ ഫിനാൻഷ്യലി നല്ല ബാക്ക് ബോൺ ആയിട്ടുള്ള പാരൻസ് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് നിങ്ങളുടെ പഠിത്തം തന്നെ ബേർഡൻ ആയിരിക്കും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ എമൗണ്ട് ഒന്നും തരാനുണ്ടാവില്ല. അല്ലെങ്കിലും ഇപ്പോൾ റിച്ച് പാരൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് തരുന്ന ഒരു എമൗണ്ടിന് ഒരു പരിമിതികൾ ഉണ്ടാവില്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും വേണ്ടി പാരൻസിനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ നിങ്ങൾക്കും സ്വന്തമായിട്ടൊരു വിഷമം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു 20 രൂപയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലും കുറവ് ഒരു 10 രൂപയിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഐഡിയാസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഐഡിയാസ് ഇല്ല, ഒരു സിംഗിൾ ഐഡിയാനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇതേപോലുള്ള ക്ലോത്ത്സ് സംഘടിപ്പിക്കാൻ പറ്റുമോ? സിമ്പിളായിട്ട് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത് കട്ട് പീസ് ക്ലോത്ത്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇപ്പോൾ കോളേജിലാണെങ്കിലും പോകുന്ന കുട്ടികളാണെങ്കിൽ എല്ലായ്പ്പോഴും ഈ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടൊക്കെ വേറെ കുട്ടികളൊക്കെ ഇടുന്നത് കാണാറുണ്ട് അല്ലേ. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്കങ്ങനെ വാങ്ങാൻ പറ്റുന്നില്ലല്ലോ, എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഓരോ ഡ്രസ്സിന് മാച്ച് ചെയ്തൊക്കെ എനിക്ക് എവിടെ നിന്നാണ് ക്യാഷ് എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനത്തെ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണ പട്ടുപാവയുടെയോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെയോ ഒക്കെ ബാലൻസ് കട്ട് പീസ് തുണി കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഹെയർ ആക്സസറീസ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ട്രെൻഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ട്രെൻഡിങ് ആണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന രീതിയിൽ പറയണമെന്നുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ഒക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 10 രൂപ പോലും ചിലവില്ല, വെറും 1 രൂപ ചിലവില്ല. ഈ ഒരു റിബ് വാങ്ങി 1 രൂപ മാത്രമേ ചിലവായിട്ടുള്ളൂ. ചിലവിലാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഹെയർ ആക്സസറി ചെയ്തെടുത്തത്. അപ്പോൾ ഇതൊക്കെ ഹെയറിൽ കുത്തിയാൽ നല്ല ഭംഗി ഉണ്ടാകും. അപ്പോൾ മുകളിലായിട്ട് ഞാൻ കുത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് കട്ട് പീസ് ക്ലോത്ത്സ്, അപ്പോൾ നിങ്ങളുടെ ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾ തുണികൾ വാങ്ങിക്കോളൂ കേട്ടോ. ഇതൊന്നും കോട്ടൻ്റെ അല്ല കേട്ടോ, കോട്ടൻ്റെ അല്ലാത്ത എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഇതാ ഇതെന്ത് കുറച്ച് സാറ്റിൻ്റെയാണ്. അപ്പോൾ ഇതേപോലത്തെ ഒക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ, ഉണ്ടാക്കിയാൽ ഒക്കെ പ്ലെയിനാണ്. ഇത് കോട്ടൻ്റെ ആണ് കേട്ടോ. ഇത് നെറ്റ് ഫാബ്രിക്കുകളാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കുറച്ച് ക്ലോത്ത്സ് സംഘടിപ്പിക്കാമെങ്കിൽ നിങ്ങൾക്ക് തന്നെ വളരെ ട്രെൻഡിങ് ആയിട്ട് ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാനും പറ്റും, സ്വന്തമായിട്ട് ഉപയോഗിക്കാനും പറ്റും. അതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുത്തിട്ട് ചെറിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും കേട്ടോ. ഇപ്പോൾ ഈ 1 രൂപ ചിലവിൽ നിങ്ങൾക്കൊരു 10 രൂപേൻ്റെ ഹെയർ ആക്സസറി, ഇത് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ കടയിൽ നിന്ന് എത്ര രൂപയ്ക്ക് വാങ്ങിക്കും? എന്തായാലും 10 രൂപ ഉണ്ടാവുമല്ലോ. വെറും 10 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ 1 രൂപ ചിലവിൽ
നിങ്ങൾക്ക് 10 രൂപേൻ്റെ ഈ ഒരു ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാം. അതും വെറും ഒരു 5 മിനിറ്റ് മതി ഇങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് ചെറിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്നെക്കാളും നല്ലോണം സോഷ്യൽ മീഡിയാസും ഫോണൊക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടൊക്കെ തുടങ്ങുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് തുടങ്ങുക, അതല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആഡ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും റീൽസൊക്കെ ഇട്ടിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അവരൊക്കെ ഓരോന്നും ഇപ്പോൾ 2-3 ഒക്കെ നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിക്കില്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാകും. പലപ്പോഴും നമ്മളൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഓരോരോ ആവശ്യങ്ങളുണ്ടാവും അല്ലേ. കുട്ടികളുടെ ബർത്ത്ഡേ ഉണ്ടാവും, കറങ്ങാൻ പോകുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും പോകുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ നോക്കി നിൽക്കുന്നുണ്ടാവും അല്ലേ, കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് പോകാൻ മടിച്ച് നിൽക്കാറുണ്ട്. അപ്പോൾ എനിക്കൊക്കെ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ച ചെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ എല്ലാവരും പുറത്ത് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം അച്ഛൻ ക്യാഷ് തരും. അപ്പോൾ അത് കഴിഞ്ഞ് തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച ഉണ്ടാവും വേറെ ആരുടെയെങ്കിലും ബർത്ത്ഡേ, അത് കഴിഞ്ഞ് ബുധനാഴ്ച ഉണ്ടാവും. അയ്യോ ഇനിയിപ്പോൾ വീട്ടിൽ ചോദിക്കാൻ പറ്റില്ല, അപ്പോൾ പോവാതിരിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ അയ്യോ എന്ത് ചെയ്യുമെന്ന് അറിയാണ്ടൊക്കെ നിന്നൊരു അവസ്ഥ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെയെന്ന് വെച്ചാൽ ഈ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ അല്ലേ, നമ്മൾ ഈ റീൽസൊക്കെ കണ്ടിട്ട് ഒരുപാട് ഐറ്റംസ് കാണും, പക്ഷെ ഇതിനൊക്കെ ഒടുക്കത്തെ വിലയാണ്. അപ്പോൾ നമുക്ക് പാരൻസിനോട് ചോദിക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ലേ, അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന്. പിന്നെ ചിലവർക്കാണെങ്കിൽ ഫീസ് കൊടുക്കാൻ, ബുക്ക് വാങ്ങിക്കാൻ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ചെറിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെറുതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിസ്സാരമായിട്ട് കാണണ്ട. അത്യാവശ്യം ഒരു ആഴ്ചയിൽ 1000-2000 രൂപയൊക്കെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും നിസ്സാരമായിട്ടുള്ള സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, വെറും ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം ആദ്യമേ പറയട്ടെ, ഈ സമയത്ത് നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പഠിക്കുന്നതിന് തന്നെയാട്ടോ. അപ്പോൾ അത് പഠിച്ച് നമ്മളൊരു നല്ല ജോലിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിനേക്കാളും വിലയും നിലയും വേറെ ഒന്നിനും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ കാര്യം എപ്പോഴും സേഫാക്കി വെക്കുക, നല്ലൊരു ജോലി ഏൺ ചെയ്യാൻ നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഭാവിയിലേക്ക് ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെറിയൊരു സൈഡ് ബിസിനസ്സായിട്ട് അങ്ങനെ പോട്ടെ. അപ്പോൾ ഇതിനൊരിക്കലും ഞാൻ കുറച്ച് കാണുന്നില്ല കേട്ടോ. ഇങ്ങനെയാണ് ബിസിനസ്സൊക്കെ എല്ലാവരും തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ലോകത്തുള്ള കോടീശ്വരന്മാരിൽ അധിക പേരും ആരാണ്? ബിസിനസ്മാൻമാരാണ്. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അവരാണ് കോടീശ്വരന്മാരായത്, അവർക്കാണ് ഒരുപാട് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊക്കെ സത്യം തന്നെയാണ്. എന്നാലും നിങ്ങളിപ്പോൾ പഠിക്കുന്ന കാര്യത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷേ ഇതേപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോവാട്ടോ. അപ്പോൾ ഇത് എത്രത്തോളം ആൾക്കാർ കേൾക്കുന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇതെത്ര എൻ്റെ ചാനലൊന്നും അത്ര റീച്ചില്ലല്ലോ. പിന്നെ വെച്ചാൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പിന്നെ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും, ഇതൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്കാദ്യം ഇങ്ങനത്തെ ഒരു ഹെയർ ആക്സസറീസ് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. ഇത് ഞാൻ കുറേ മുന്നേ ചെയ്തതാട്ടോ, വീഡിയോസിന് വേണ്ടി തന്നെ ചെയ്തതാണ്. അപ്പോൾ അത് നമ്മളെ ചാനലിൽ ഉണ്ടെന്നാനും, പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ മുഴുവനായിട്ട് കാണിക്കുന്നില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ജസ്റ്റ് ഇതേപോലത്തെ ഒരു പീസ് എടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഈ സ്കാർഫിന് നീട്ടം വേണോ അത്രത്തോളം എടുക്കുക കേട്ടോ. അപ്പോൾ വലുതൊക്കെ വേണമെങ്കിൽ, കോളേജ് കുട്ടികളായതുകൊണ്ട് വലുതൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇതേപോലെ വലിയ ത്രികോണം എടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെറുത് കാണിക്കാം. ഇതേപോലെ എടുക്കുക. കണ്ടോ, ഇത്ര പീസ് പോലും വേണ്ട നമുക്കൊരു ഹെയർ ആക്സസറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിൻ്റെ ഒരു പകുതി മാത്രമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണുള്ളൂ കേട്ടോ. വെറും ഇത്ര തന്നെ നമ്മളിതിന് യൂസ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു സ്ക്വയറിൻ്റെ പകുതി മതി നമുക്ക് ഒന്നുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നിസ്സാരമായിട്ടുള്ള തുണി മതി എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മൾ പകുതിയിൽ കട്ട് ചെയ്യുക കേട്ടോ.
അപ്പോൾ നമ്മൾ പകുതി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ ഇതിൻ്റെ പണിയുള്ളൂ. ഇതുകൊണ്ട് 2 എണ്ണം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പോർഷൻ മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഇനി എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ചെറുതായിട്ട് ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. പ്ലീറ്റ്സ് ഇടുന്ന പോലെ ആക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നൂലുകൊണ്ട് കെട്ടാം കേട്ടോ. അപ്പോൾ ഞാൻ നേരിട്ട് തന്നെ ഇത് റിബിലേക്ക് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൂചി നൂലിട്ട് തുന്നി എടുക്കാം കേട്ടോ. ഇതേപോലത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ബാക്കി വരുന്ന പീസ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രൊഡക്റ്റ്. ഇതവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. നിലവേ അതിലൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതേപോലത്തെ ഹെയർ ക്ലിപ്പ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡ് ഞാൻ ഉരുക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നൂലെടുക്കുന്നത്. സൈഡ് ഉരുക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇനി രണ്ടാമത്തെ നമുക്ക് കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വേറൊരു തുണി വെച്ച് കൊടുത്തിട്ട് തുന്നി എടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് ഞാൻ മുൻപ് ചാനലിൽ ഇട്ടതിനെ കൊണ്ടാണ് അങ്ങനെ കാണിക്കാഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു ക്ലോത്തിൽ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലത്തെ നിങ്ങളുടെ ട്രെൻഡിനനുസരിച്ച് നിങ്ങളുടെ കോളേജിലെ കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്ലോത്തൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു സംഭവം ചെയ്യാം. അപ്പോൾ ഇതേപോലെ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് സെയിൽസൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോർ പോലെയൊക്കെ ഐഡിയ ഒക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം മെല്ലെ മെല്ലെ പതിയെ നിങ്ങളുടെ ബിസിനസ്സൊക്കെ വളർന്നു വലുതായിക്കോളും. അപ്പം ഇത് ഞാനിപ്പോൾ സൈസ് എടുത്തിട്ടുള്ളത്, വീതി എടുത്തിട്ടുള്ളത് 13 സെൻറ്റിമീറ്ററാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള ക്ലോത്തിൻ്റെ നീളം അനുസരിച്ച് കട്ട് ചെയ്തെന്നുള്ളൂ. നീളം എടുക്കുന്നത് 69 സെൻറ്റിമീറ്ററുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഹെയർ വൈനാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ഐറ്റം, ടിയാരാസൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും അത് ചെയ്യാത്തത്. അപ്പോൾ അതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇവൻ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ്, കുറച്ച് ബീഡ്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് നമ്മളിവിടെ സൈഡിൽ കൂടെ തുന്നി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വീട്ടിൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ഒരൊറ്റ ചവിട്ടിൽ കാര്യം കഴിയും കേട്ടോ. നീളത്തിലൊരു സ്റ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ തുന്നിയെടുത്തതാണ്. ഞാൻ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറിച്ചിടാനൊന്നും ബുദ്ധിമുട്ടില്ല, വീതി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മറിച്ചിട്ടെടുക്കാൻ പറ്റും. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ കോളേജിലെ കുട്ടികൾക്കൊക്കെ കുറേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടിയാരാസ് അവരുടെ കഴിഞ്ഞ ഓണം പ്രോഗ്രാമിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു 6 സ്റ്റുഡൻസിന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. പിന്നെ ഒരു പ്രാവശ്യം കുട്ടികൾക്ക് ഞാനൊരു മാല ചെയ്തിട്ടുണ്ടായിരുന്നു 10 ബീഡ്സ് വെച്ചിട്ട്. അതും കോളേജിൽ എൻ്റെ ചേച്ചിയുടെ മോളിട്ട് പോയപ്പോൾ 1-2 കുട്ടികളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായി. അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായി, കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളൊരു ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തു. ഇലാസ്റ്റിക് ഞാൻ 10 സെൻറ്റിമീറ്ററാണ് എടുത്തത്. അപ്പോൾ അത്രയും ആവശ്യമില്ല കേട്ടോ. ബാക്കി ഞാൻ കട്ട് ചെയ്ത് കളയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളൊരു 8.5 സെൻറ്റിമീറ്ററൊക്കെ എടുത്താൽ മതി. എന്നിട്ട് ഇതാ 2 എൻഡിലും ഇതേപോലെ വരുമല്ലോ. അപ്പോൾ അത് ഉള്ളോട്ടേക്കാക്കി വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും ട്രെൻഡിങ് ആണ് ഇങ്ങനത്തെ ക്രഞ്ചീസ് എന്ന് പറയുന്നത്. എത്ര ഫാഷനായാലും ഏത് ഡ്രസ്സിൻ്റെ കൂടെ ആയാലും എല്ലാവരും സെലക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ക്രഞ്ചീസ്. അപ്പോൾ ഇത് ഇങ്ങനെയല്ല, ഇത് വലുതായതുകൊണ്ടാണ് ഞാനിതിന് ടെയിൽ വെക്കാത്തത്. അപ്പോൾ കുറച്ചുകൂടി ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ടെയിൽ വെച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ ചെയ്തില്ലേ അതേപോലെ ടെയിൽ വെച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണേ. താങ്ക്